SNDP മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ വിജിലൻസ് അന്വേഷണം 1 മാസത്തിനകം പൂർത്തിയാക്കണമെന്ന് ഹൈക്കോടതി. ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും പ്രസിഡന്റ് ഡോക്ടർ MN സോമനും പ്രതികളായ കേസിലാണ് ഉത്തരവ്. വിജിലൻസിന്റെ അന്വേഷണ പുരോഗതി റിപ്പോർട്ടിൽ മൈക്രോ ഫിനാൻസ് ഫണ്ടിൽ വലിയ തിരിമറി നടന്നുവെന്ന് കണ്ടെത്തൽ. ബിനിലാണ് വിവരങ്ങൾ നൽകുന്നത്. ബിനിൽ, എന്തൊക്കെയാണ് ഇപ്പോൾ കോടതി പറയുന്നത്? പ്രജീഷ്, നേരത്തെ തന്നെ ഏറെ വിവാദമുണ്ടാക്കിയ ഒരു കേസാണ് SNDPയുടെ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ്. വിജിലൻസ് അന്വേഷണം കോടതിയുടെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത്. അവിടെ വിജിലൻസ് SP ഇതുവരെ നടത്തിയിട്ടുള്ള അന്വേഷണ പുരോഗതിയുടെ ഒരു വിശദമായ റിപ്പോർട്ട് തന്നെ സമർപ്പിച്ചു. അതിനുശേഷമാണ് കോടതി 1 മാസത്തിനകം ഈ മൈക്രോ ഫിനാൻസ് ഇടപാടുമായി ബന്ധപ്പെട്ട മുഴുവൻ കേസുകളുടെയും അന്വേഷണം പൂർത്തീകരിക്കാനുള്ള കർശനമായ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കാരണം ഇത് വർഷങ്ങളായി നീണ്ടുപോകുന്ന ഒരു കേസാണ്. ഇതിലെ 1-ാം പ്രതി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനാണ്. 2-ാം പ്രതി SNDP യോഗത്തിന്റെ പ്രസിഡന്റ് ഡോക്ടർ MN സോമനും. 3-ാം പ്രതി KK മഹേശനാണ്. പക്ഷേ അദ്ദേഹം SNDP ഓഫീസിനുള്ളിൽ ആത്മഹത്യ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഈ 2 പ്രധാനപ്പെട്ട പ്രതികളാണുള്ളത്. ഒന്ന് വെള്ളാപ്പള്ളി നടേശനും MN സോമനും. അതോടൊപ്പം തന്നെ ഈ കേസിന്റെ ഇതുവരെയുള്ള അന്വേഷണ പുരോഗതിയിൽ വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന വസ്തുതകളാണ്. ഏതാണ്ട് 16ഓളം SNDP താലൂക്ക് യൂണിയനുകളുടെ ഈ മൈക്രോ ഫിനാൻസ് ഇടപാടുമായി ബന്ധപ്പെട്ട യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് അത് ഫേക്കായി ഉണ്ടാക്കിയതാണ് എന്നതാണ് വിജിലൻസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. അത് റിപ്പോർട്ടിന്റെ ഭാഗമായി ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് 6 താലൂക്ക് യൂണിയനുകളിൽ ഈ മൈക്രോ ഫിനാൻസിന്റെ ഭാഗമായി ലഭിച്ച പണം യൂണിയൻ ഭാരവാഹികൾ സ്വന്തം ആവശ്യങ്ങൾക്ക് വിനിയോഗിച്ചിട്ടുണ്ട് എന്നുകൂടി വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അത്തരത്തിൽ വിനിയോഗിച്ചിരിക്കുന്ന താലൂക്ക് യൂണിയന്റെ പ്രസിഡന്റും സെക്രട്ടറിമാരും കൂടി ഈ കേസിൽ പ്രതികളായി വരും എന്നുകൂടി അവർ വിജിലൻസ് റിപ്പോർട്ടിൽ വിശദീകരിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ടിന്മേലാണ് ഇപ്പോൾ കോടതി 1 മാസത്തിനകം മുഴുവൻ കേസുകളുടെയും അന്വേഷണം പൂർത്തീകരിക്കാനുള്ള കൃത്യമായ ഉത്തരവ് നൽകിയിരിക്കുന്നത്.